എൻ്റെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ചെറിയൊരു കേക്ക് സെറ്റാക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇച്ച. உனக்காக வாழ நினைக்கிறேன், உசுரோட வாசம் பிடிக்கிறேன், புடவா மடிக்கையில் உனக்காக. தெய்வம் செய்த நன்மകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസും ഇതു പോരാ. Zum Geburtstag viel Glück, zum Geburtstag viel Glück, zum Geburtstag, meine geliebte Schokolade. Zum Geburtstag viel Glück. Vielen, vielen Dank. Vielen, vielen Dank. Love you, Ma. Sorry for it's schon. Deswegen. Ja. Okay. ഈവനിങ് കേക്കൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുളിച്ച് ഫ്രഷായി നേരെ ചായപ്പല്ലിലോട്ട് പോയി. അവിടെ വെച്ചിട്ട് ഈശോയ്ക്ക് ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞു. അതിനുശേഷം കറക്റ്റ് 12 മണിയായപ്പോഴത്തേനും അവിടെ വെച്ച് ഇച്ച എന്നെ വിഷ് ചെയ്തു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കേക്കൊക്കെ ആയിട്ട് പുറത്ത് പാർക്കിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് നടന്നു പോവുകയാണ്. ആദ്യം ഒരു പ്ലേസിലെത്തി, പക്ഷേങ്കിൽ അത് അത്ര സ്യൂട്ടബിൾ ആയിരുന്നില്ല. കാരണം ലൈറ്റൊന്നും കംഫർട്ടബിളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് വേറൊരു പാർക്കിലേക്ക് പോയി. അവിടെ വെച്ച് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, ചെറിയൊരു റീൽസൊക്കെ എടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday. ദൂരെ കിഴക്കുതിക്കും മാണിക്കച്ചമ്പഴുക്ക അതിനുശേഷം ഇച്ച എനിക്ക് വേണ്ടി കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. ജന്മദിനാശംസകൾ മക്കളെ. Du weißt. Meine über alles liebte Achukuttane. Mich Chakrakutti, meine Schwarze. Du bist mein Junge, dein dich immer leben Ritter. Vielen, vielen Dank. Warte. Schön, dass es dich gibt. Wow. Vielen Dank, Lisa. Gerne, Magdalene. Vielen, vielen Dank. Gerne. Perfect. Danke. Thanks so. ഇതായിരുന്നു ഇച്ച തന്ന സർപ്രൈസ് ഗിഫ്റ്റ് ബോക്സ്. അതിനകത്തൊരു ക്രീം ഉണ്ടായിരുന്നു, പിന്നെ വന്നിട്ട് ഒരു വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റാണ് വൈറ്റ് ചോക്ലേറ്റ്. പിന്നെ ഒരു ലിപ് ബാം ഉണ്ടായിരുന്നു.
പിന്നെ വന്നിട്ട് ഒരു ബുക്കുണ്ടായിരുന്നു, ആർട്ടിക്കിൾ പഠിക്കാൻ വേണ്ടിയിട്ട്, ജർമ്മൻ ആർട്ടിക്കിൾ പഠിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൻ സംഭവമായിരുന്നു കേട്ടോ. എല്ലാ ആർട്ടിക്കിൾ വെച്ചിട്ടുള്ള കുറേ സംഭവമായിരുന്നു അത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ബുക്കായിരുന്നു അത്. പിന്നെ വന്നിട്ട് ഒരു ഓയിലുണ്ടായിരുന്നു, പിന്നെ വന്നിട്ട് ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ വന്നിട്ട് ഒരു കുഞ്ഞ് ഏഞ്ചലും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. Wow, das ist sehr, oh mein Gott, das ist sehr, sehr gut für mein Leben. Oh, toll, das gefällt. Wirklich 100%. 1000%. Ich bin sehr froh über das Buch. രാത്രി ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ കിടന്നുറങ്ങി. ഇനി ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. ഐ ആം സോ ഹാപ്പി. രാത്രി കുറച്ച് സമയം മാത്രമേ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒരു 2 മണിക്കൂറൊക്കെ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ. ദെൻ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റു, കാരണം ഒരു ഓഫീസിൽ അർജൻറ്റായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോകാനായിട്ട്. പിന്നെ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഇച്ചയുടെ ട്രീറ്റും ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ ആദ്യം കയറിയത് മക്ഡൊണാൾഡ്സിലായിരുന്നു. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഓഫീസിലോട്ട് പോയി. ഇച്ചയുടെ ബർത്ത്ഡേ ഗിഫ്റ്റിൽ ഒന്നായിരുന്നു മക്ഡൊണാൾഡ്സിലെ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇച്ച എനിക്ക് മേക്കപ്പ് സെറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഷോപ്പിൽ പോയി. ഇച്ചയുടെ നെക്സ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് KFC പോയി ഫുഡ് കഴിക്കുകയായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് KFC പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ബാലൻസ് വന്ന ഫുഡ് ഞങ്ങൾ പാക്ക് ചെയ്ത് മേടിച്ചു. ഈവനിങ് ആയപ്പോൾ വീണ്ടും ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ പോയി ഐസ്ക്രീം കഴിച്ചു. ഈവനിങ് 7 o'clock ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ടെത്തി. റൂമിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ഗിഫ്റ്റ് ഇച്ചയുടെ അമ്മ എനിക്ക് സെൻഡ് ചെയ്തതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഗിഫ്റ്റാണ്. ഐ ആം സോ ഹാപ്പി. ഈ ഗിഫ്റ്റ് ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ഒരു അമ്മാമ്മ തന്നൊരു ഗിഫ്റ്റാണ്. നല്ല സ്നേഹമുള്ളൊരു പാവ അമ്മാമ്മയാണ്. പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡും കൂടെ തന്നൊരു ഗിഫ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഈ ഗിഫ്റ്റ് ആരാണ് എൻ്റെ അഡ്രസ്സിലേക്ക് സെൻഡ് ആക്കിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഈ ഗിഫ്റ്റ് സെൻഡ് ചെയ്ത ആളിൻ്റെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ ഇതിലില്ലായിരുന്നു. ഈ ഗിഫ്റ്റ് ബോക്സ് കണ്ട് ടീച്ചർ പറഞ്ഞു, സാരമില്ല അച്ചു, നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്കറിയാൻ പറ്റും ആരാണ് ആ ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഹിൻറ്റോ എന്തെങ്കിലും ക്ലൂ എന്തെങ്കിലും കാണും. ഈ സെൻഡ് ചെയ്ത വ്യക്തിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിൽ കാണും. നീ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, അപ്പം നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. യുവർ സർപ്രൈസ്. Und das dann, hä? Was? Was? Itza! Oh, Gottes Willen, wann soll das sein? Du gemeint, ich bin sicher du gemeint. Sind. Itza, bitte, Itza, sag mal du gemeint. Ja, ich hab's gemacht. Ja. Wow! Meine Geburtstagsgeschenk! Wow! Das ist Hauptgeschenk quasi. Oh, das ist ja total süß. Wow! Klein, ja. Das ist total
Ist noch was drin? Oh. Wow! Ich wirklich freue mich sehr. Oh. Wow, süß, Du, denn du gesagt, du weißt, denn das Kuchen auch deine, oder? Nee, der Kuchen ist von mir. Nee, der Kuchen nicht. Das ist von mir, aber der Kuchen nicht, nee. Denn warum du spielen? Ich weiß es nicht. Ja gut, bei dem war ich mir nicht mehr sicher, ja. Wow, das ist das erste Mal ich gesehen, wieso das ist Ah, tschö. wirklich, ich liebe das, das ist wirklich, wow, schön, ja. Wow. Ich nie denken, meine Mann war gemeint, wieso? Das glaube ich schon, deswegen habe ich es ja gemacht, das schon. Damit es eine Überraschung ist. തൊട്ട് മുൻപുള്ള വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലേ ആരാ എനിക്ക് ഈ ഗിഫ്റ്റ് തന്നതെന്ന്. അതെ, എൻ്റെ സ്വന്തം കെട്ടിയവൻ തന്നെയാണ് ഈ ഗിഫ്റ്റ് എനിക്ക് തന്നത്. ഐ എം സോ ഹാപ്പി, ഐ എം സോ സർപ്രൈസ്. അടുത്തൊരു ബോക്സും കൂടെ ഉണ്ടായിരുന്നു ഓപ്പൺ ചെയ്യാനായിട്ട്. അതൊരു കേക്കിൻ്റെ ബോക്സ് ആണെന്ന് മനസ്സിലായി. പക്ഷേങ്കിൽ ആരാ അത് തന്നത് എന്ന് എനിക്കറിയില്ല. നേരത്തെ ഗിഫ്റ്റ് പോലെ അതേ സെയിം അഡ്രസ്സും പേരൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യം ഇച്ചയെ സംശയിച്ചു. ഇച്ചയോട് ഞാൻ ചോദിച്ചു, ഇച്ച സത്യം പറയ്, നീയാണോ ആ ഗിഫ്റ്റ് ഓർഡർ ചെയ്തത്, സത്യം പറയുമെന്ന്. ഇച്ച പറഞ്ഞു, എനിക്കറിയില്ല, ഞാനൊന്നുമല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, നമുക്കപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ മനസ്സിലായില്ലേ, അതും ഇച്ചയുടെ സർപ്രൈസ് ഗിഫ്റ്റാണ്. ഞാൻ ഭയങ്കരത്തിൽ ഹാപ്പിയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എൻ്റെ ഫോട്ടോയൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള കേക്ക് കഴിക്കുന്നത്. ഒത്തിരി റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഫോട്ടോ പ്രിൻറ്റഡ് ആയിട്ടുള്ള കേക്കൊക്കെ. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഭയങ്കര ഹാപ്പി മൂമെൻറ്റ് എൻ്റെ ലൈഫിലുണ്ടാവുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിന് ഒത്തിരി 1000 നന്ദി പറയുന്നുണ്ട്. ശരിക്കും ഈ വർഷത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഞാൻ വല്ലാണ്ട് ആഘോഷിച്ചു. നല്ല രീതിക്ക് ഞാൻ ആഘോഷിച്ചായിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് ആഘോഷിച്ചു. ഐ ആം സോ ഹാപ്പി.